ദൈവമില്ലെന്ന് 100 ആവർത്തി പറഞ്ഞാലും മുത്തപ്പനില്ലെന്ന് ഒരു വടക്കനും സമ്മതിച്ചു തരില്ല. എന്തിനേറെ പറയുന്നു, വൈരുദ്ധ്യാത്മക ഭൗതികവാദം അടിസ്ഥാനമാക്കിയ കമ്മ്യൂണിസ്റ്റുകാരന്റെ വീട്ടുചുമരിലും മുത്തപ്പനെ കാണാം. അതും സഖാവ് AKGയുടെയും കൃഷ്ണപിള്ളയുടെയും എല്ലാം ചിത്രങ്ങൾക്കൊപ്പം. അത് വെറുതെ സംഭവിച്ചതല്ല. കമ്മ്യൂണിസത്തിന്റെ നാട്ടുവേരുകൾ എവിടെയാണെന്ന് ആ ജനതയ്ക്ക് നന്നായി അറിയാം. വടക്കൻ കേരളത്തിൽ ജന്മി നാടുവാഴിത്തത്തിനെതിരായി ഉയർന്നു വന്ന ആദ്യത്തെ ശബ്ദം മുത്തപ്പന്റേതായിരുന്നു. കയ്യൂരിലും കരുവള്ളൂരിലും കാവുമ്പായിലും മുനയംകുന്നിലും ഉയർന്നു വന്ന കാർഷിക സമരങ്ങളുടെ അടിവേര് കാണാൻ കഴിയുക മുത്തപ്പൻ പുരാവൃത്തത്തിലാണ്. കോട്ടയൻ രാജാക്കന്മാരുടെ കോട്ട പിടിച്ചെടുത്ത് പൂഴ്ത്തിവെച്ച ഭക്ഷ്യധാന്യങ്ങൾ പാവങ്ങൾക്ക് വിതരണം ചെയ്ത മുത്തപ്പന്റെ പോരാട്ടമാണിവിടെ കാർഷിക വിപ്ലവങ്ങളുടെ ആദ്യ മാതൃക. അതുകൊണ്ടാണ് ഒരു വടക്കനെ സംബന്ധിച്ച് മുത്തപ്പനേക്കാൾ വലിയ മറ്റൊരു സഖാവില്ലാത്തത്. ഒരു വടക്കനും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചല്ല കമ്മ്യൂണിസം പഠിച്ചത്. ജാതിമത ലിംഗഭേദങ്ങൾക്കപ്പുറത്ത് പണത്തിന്റെ കെട്ട് തൂക്കി നോക്കാതെ വലുപ്പച്ചെറുപ്പമില്ലാതെ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന മുത്തപ്പന്റെ രാഷ്ട്രീയത്തിൽ നിന്നുകൂടിയാണ്. പെറ്റതൊന്ന് ഒക്കത്തെടുത്തതൊന്ന് എന്ന ഭേദം മുത്തപ്പനില്ല. അതുകൊണ്ട് വിശ്വാസികൾക്ക് മാത്രമല്ല അവിശ്വാസികൾക്കും ആ വൃദ്ധ ദൈവം വന്ന് കൈപിടിക്കുമ്പോൾ മനസ്സ് നിറയും. തലമുറകൾക്കപ്പുറത്തുനിന്ന് സങ്കടങ്ങൾ വായിച്ചറിഞ്ഞെത്തിയ ആരോ വന്ന് മൂർധാവിൽ തൊടുന്നതുപോലെ തോന്നും.